നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തം കേരളം കണ്ടതാണ്. വയനാട് ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതം, നാശനഷ്ടങ്ങൾ ഒന്നും ചെറുതല്ല. വലിയൊരു ദുരന്തം കണ്ടതിൻ്റെ നടുക്കത്തിലാണ് വയനാട് ജനത. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും നടുക്കിക്കൊണ്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. അതായത് ഭൂമിക്കടിയിൽ നിന്നും ചില ശബ്ദങ്ങൾ, വലിയൊരു മുഴക്കം കേൾക്കുകയും ചില പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു. അതെന്താണ് എന്നൊരു ആശങ്ക വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പരന്നിരുന്നു. പക്ഷേ ആശ്വാസകരമായ വിവരം പിന്നീട് വന്നു. അത് ഭൂചലനമല്ല എന്നൊരു സ്ഥിരീകരണം ഉണ്ടായി. എന്താണ് സംഭവിച്ചത് പിന്നെ വിശദമായി നോക്കാം. ഇന്നലെ രാവിലെയാണ് അമ്പലവയൽ, വൈത്തിരി, വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ അറിയിച്ചത്. അമ്പലവയൽ വില്ലേജിലെ RARS, മാങ്കോമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിമാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാരറ്റപ്പിടി, മൈലാടിപ്പടി, ചോലപ്പുറം, തൈക്കുന്തറ ഭാഗങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദവും നേരിയ വിറയലുമുണ്ടായത്. റവന്യൂ അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വയനാട്ടിൽ ഭൂചലനം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. ഭൂകമ്പ മാപിനിയിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മുതൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. KSABയുടെ ഭൂകമ്പ മാപിനിയിലും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്നലെ രാവിലെയോടെ വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലൊരു അസാധാരണ ശബ്ദം കേട്ടത് പ്രദേശവാസികളെയും ഒന്നാകെ നടുക്കിയിരുന്നു. കാരണം വലിയൊരു ദുരന്തം കഴിഞ്ഞ് അത് കണ്ടിരിക്കുന്നവരാണ് അവിടുത്തെ ജനങ്ങൾ. അതിനിടയിൽ ഇത്തരത്തിലൊരു ഭൂകമ്പം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശബ്ദം കൂടി കേട്ടപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അത് ഭൂചലനമല്ല എന്നറിഞ്ഞതോടെ വലിയ ആശ്വാസവും വന്നു. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടു എന്നായിരുന്നു നാട്ടുകാർ തുറന്നടിച്ചത്. ഭൂമുഴക്കമുണ്ടായ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികളായിരുന്നു ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. ഭൂമുഴക്കമുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, കോഴിക്കോട് കൂടരഞ്ഞിയിലും പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ വെളിപ്പെടുത്തിയിരുന്നു.